ഹലോ, എല്ലാവർക്കും മണിക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ റെസിപ്പി നമ്മുടെ കേരളക്കാരുടെ പ്രധാന വിഭവമായിട്ടുള്ള ഏവർക്കും ഇഷ്ടപ്പെടുന്ന കടലക്കറിയാണ്. ആദ്യമായി ആവശ്യത്തിനുള്ള കടല എടുക്കുക. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇത് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 6 മണിക്കൂറാണ് ഇത് കുതിർത്ത് വെക്കുന്നത്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 6 മണിക്കൂറിന് ശേഷം നമ്മുടെ കടല കണ്ടില്ലേ, നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ വെള്ളം മാറ്റിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. കണ്ടില്ലേ? ഇനി നമുക്ക് ഇത് കുക്കറിലേക്ക് മാറ്റാം. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കടലയുടെ മീതെ നിൽക്കണം കേട്ടോ വെള്ളം. ഇതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് ചേർത്ത് കടല വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടില്ല, അതുകൊണ്ടാണ് ചേർക്കാത്തത് കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിമിൽ 6 വിസിലാണ്. നന്നായിട്ട് വെന്ത് കിട്ടും കടല. 6 വിസിൽ വന്നതിന് ശേഷം നമുക്ക് കടല നീക്കി വെക്കാം, വിസിൽ ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട്. ആ സമയം കൊണ്ട് നമുക്കിതാ ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്കിതാ താളിക്കുന്നതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. ഇത് കോക്കനട്ട് ഓയിലാണ്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടട്ടെ കേട്ടോ. എല്ലാം കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇത് സവോളയാണ്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം നിങ്ങൾക്ക്. അതാവുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് തക്കാളിയാണ്. ഇതും ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അത് ചേർത്ത് കൊടുക്കാം നമുക്ക്. ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രമേ തക്കാളി ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. തക്കാളി നന്നായി വാടിയതിന് ശേഷം നമുക്കിതാ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അടുത്തത് ഇത് മല്ലിപ്പൊടിയാണ്. അടുത്തത് മസാലപ്പൊടി. ഏത് മസാല വേണമെങ്കിലും എടുക്കാം. ചിക്കൻ മസാലയോ വെജിറ്റബിൾ മസാലയോ ഏത് വേണമെങ്കിലും. ഇത് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരയ്ക്കും ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തു നമ്മൾ. ഇത് വേവിച്ച് വെച്ചിരുന്ന കടലയാണ്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അതിലുള്ള വെള്ളം തന്നെയാണ് ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർക്കുന്നത് ഇതിൽ മിസ്സായിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വേണം 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കാം കേട്ടോ. ഈ സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തത്. എന്നിട്ടാണ് അടച്ചു വെച്ച് വേവിച്ചത്. കണ്ടില്ലേ, നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. പുട്ടിനും അതുപോലെ തന്നെ ചോറിനും നമുക്ക് നല്ല ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. ഇനി നമുക്ക് മണിക്കുട്ടൻസ് കിച്ചണിന്റെ ഇന്നത്തെ താരങ്ങൾ ആരെല്ലാം എന്ന് നോക്കാം. ഇന്ന് 2 പേരാണ് മണിക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. ആദ്യത്തേത് പ്ലെയിൻ പറാത്ത വിത്ത് ലിക്വിഡ് ഡവ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് ജിഷ്മ ശിവരാജ്, കോണത്തുകുന്ന്, തൃശ്ശൂർ. താങ്ക് യു ജിഷ്മ. അടുത്തത് കുലുക്കി സർബത്ത് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് അയച്ചു തന്നിരിക്കുന്നത് അശ്വതി അനൂപ്, ചെന്നൈ, തമിഴ്നാട്. താങ്ക് യു അശ്വതി. ഇനി നിങ്ങൾക്കും ഇതുപോലെ മണിക്കുട്ടൻസ് കിച്ചൺ റെസിപ്പീസ് ട്രൈ ചെയ്ത് ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മണിക്കുട്ടൻസ് കിച്ചണ് അക്കൗണ്ട് ഉണ്ട്. ഫേസ്ബുക്ക് മെസഞ്ചർ വഴിയോ ഇൻസ്റ്റാഗ്രാം വഴിയോ നിങ്ങൾക്ക് ഫോട്ടോകൾ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതായിരിക്കും. ഞങ്ങൾ അതെല്ലാം വളരെ സ്നേഹപൂർവ്വം സ്വീകരിച്ച് മണിക്കുട്ടൻസ് കിച്ചന്റെ ഓരോ വീഡിയോസിലും അവയെല്ലാം ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വേറൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, bye. Thank you.